എന്നാലും എൻ്റെ പൊന്ന് സിദ്ദിഖ് MLA സാറേ, സാർ ഈ വിഡ്ഢിവേഷം കേട്ടാൻ പാടില്ലായിരുന്നു. ഇത്തരത്തിലൊരു വേഷം കെട്ടിയിട്ട് എന്താ പ്രയോജനം? തട്ടി തപ്പാനാണെങ്കിൽ ഈ കനകോലിൻ്റെ ഈ പുതിയ ക്യാപ്സ്യൂൾ ഇറക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. താങ്കൾക്കൊരു വിലയും നിലയും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. കനകോലു സിദ്ധാന്തം എല്ലായിടത്തും വിലപ്പോവില്ല എൻ്റെ സിദ്ദിഖ് സാറേ. എന്തിനാണ് സാറിനെ പോലുള്ള ഒരാൾ ഇത്തരം വിഡ്ഢിവേഷം കിട്ടുന്നത്? സർക്കാരിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ CPM പദ്ധതിയല്ല, അതിൽ ഞാൻ പങ്കാളിയാണല്ലോ. എൻ്റെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടക്കുക. ആ ക്യാമ്പയിൻ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. സർക്കാർ പദ്ധതി CPM പദ്ധതിയല്ല. സർക്കാർ പറയട്ടെ ഇപ്പൊക്കെ, സർക്കാർ പദ്ധതി LDF പദ്ധതിയല്ല. സർക്കാർ പദ്ധതിയാണ്. ആ പദ്ധതിയിലേക്ക് ഒരു മാസത്തെ ശമ്പളം UDFന്റെ മുഴുവൻ MLA മാരും കൊടുത്ത ആളാണ്. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പറയട്ടെ പറഞ്ഞു തരട്ടെ. 2, കോൺഗ്രസ് MP ആയ ശ്രീ രാഹുൽ ഗാന്ധി 100 വീടിന്റെ പണം കർണാടക സർക്കാരിനോട് കൊടുക്കാൻ പറഞ്ഞു. ആ കർണാടക സർക്കാർ പണം കൊടുത്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി തറക്കല്ലിടലില് കർണാടക സർക്കാരിന്റെ പണം കിട്ടി എന്ന് അവിടെ പ്രഖ്യാപിച്ചു. 2, 3, കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ അവർ 100 വീടിന്റെ പണം കൊടുത്തു. കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ പങ്കാളികളായി. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെതാണ്. അതിന് UDFനും LDFനും ഞങ്ങൾക്കും എല്ലാവർക്കും അവകാശമുണ്ട്. ഇപ്പോ പറയട്ടെ. അതിന്റെ പുറമെയാണ്, ആ ഉത്തരവാദിത്വത്തിൽ പങ്കാളിത്തം വഹിച്ചതിന്റെ പുറമെയാണ് കോൺഗ്രസ് 100 വീട് വിഭാവനം ചെയ്തത്. ആ വീട് നിർമ്മാണത്തിൽ നിന്ന് കോൺഗ്രസ് 1 ഇഞ്ച് പുറകോട്ട് പോകില്ല. ആ 100 വീടും ഉണ്ടാകും, നടപടി ഉണ്ടാകും. പറയട്ടെ സിദ്ദിഖ് സാർ പറയട്ടെ. എൻ്റെ സിദ്ദിഖ് സാറേ, ആ ദുരന്തമുണ്ടായപ്പോൾ ഒരു രാത്രി പുലർന്നെഴുന്നേറ്റപ്പോഴേക്ക് 2-3 ഗ്രാമങ്ങളും 10-400 വീടും ഒപ്പാടെ ഒലിച്ചുപോയി. അതിൽ ബാക്കി വന്ന ജനങ്ങൾക്ക് ഒരു കൂര പണിയാനായിട്ട് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു പദ്ധതി വരുന്നു. അപ്പോൾ ഓരോരുത്തരും വിഘടിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ തരാം, ഞങ്ങൾ കോൺഗ്രസ്സുകാർ തരാം, യൂത്ത് കോൺഗ്രസ് തരാം, ലീഗുകാർ തരാം, ഞങ്ങൾ സർക്കാർ പദ്ധതിയിൽ ചേരില്ല എന്നൊക്കെ പറഞ്ഞ് വീമ്പടിച്ച് നിന്നതാണ്. നിങ്ങളോട് ആരും കെഞ്ചി കേട്ടിട്ടില്ല. ഒരു വയനാട്ടുകാരനും ചൂരൽമലക്കാരനും കോൺഗ്രസ് ഞങ്ങൾക്ക് വീട് വെച്ചതാ, ലീഗുകാരാ ഞങ്ങൾക്ക് വീട് വെച്ച് താ എന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് ചോദിക്കാവുന്നത് സർക്കാരിനോടായിരുന്നു, കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടും. കേന്ദ്ര സർക്കാരിലൂടെ വന്നിട്ട് ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി വന്ന് കണ്ട് കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു കണ്ടങ്ങ് പോയി. ഒരു 10 ചില്ലിക്കാശ് ഈ വയനാട്ടിലെ ആ പദ്ധതിക്ക് ഒരു കൂര പണിയാനുള്ള പൈസ കൊടുത്തതായി നമ്മളാരും കേട്ടില്ല. പല പരിപാടികളിൽ പലതും കൊടുക്കേണ്ട പൈസകൾ കൊടുത്തതൊക്കെ ഇതൊക്കെ അതിൻ്റെ വകയാണെന്ന് പറഞ്ഞാൽ അത് മലയാളിക്ക് മനസ്സിലാവും. എൻ്റെ സിദ്ദിഖെ, അവരെ കുറ്റം പറയാൻ സിദ്ദിഖിൻ്റെ നാവ് വളയുന്നില്ലല്ലോ എന്നൊരു വലിയ സങ്കടമുണ്ട്. സിദ്ദിഖ് അവിടുത്തെ MLA ആയിരുന്നില്ലേ? ഒരു കക്ഷി രാഷ്ട്രീയവും നോക്കാതെ ഓടി നടക്കുന്നത് ഞങ്ങൾ കണ്ട് അഭിമാനം കൊണ്ടിട്ടുണ്ട് താങ്കളുടെ പേരിൽ. ഒരു രാഷ്ട്രീയത്തിനും പ്രത്യേകിച്ച് ഒരു മമതയും ഉണ്ടായിരുന്നില്ല. മരണപ്പെട്ടവർക്ക് എന്ത് രാഷ്ട്രീയം, എന്ത് മതം. കാലം കഴിഞ്ഞപ്പോൾ താങ്കൾ വെറും തറ രാഷ്ട്രീയക്കാരനായിപ്പോയി എന്നുള്ളത് കാണുമ്പോൾ സങ്കടം വരുന്നു. താങ്കളുടെ പണം കൂടെ ചേർന്നതാണ് സർക്കാരിൻ്റെ എന്നുള്ളത് ഞങ്ങൾക്കറിയാം, വയനാട്ടുകാർക്കറിയാം. ഓരോ പദ്ധതികളിലും സർക്കാർ പദ്ധതികൾ ഇവിടുത്തെ ഓരോ മനുഷ്യനും അവകാശപ്പെട്ടതാണ്. അത് താങ്കൾ മലയാളികളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് താങ്കൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ താങ്കളുടെ പണം ഉണ്ടാവും. അത് പിണറായി വിജയൻ പറഞ്ഞിട്ടില്ലല്ലോ ഇത് LDFൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിൽ CPMകാർ ഇത് CPMകാരുടെ പദ്ധതിയാണെന്ന് പറഞ്ഞു. DYFIക്കാർ പറഞ്ഞു അത് അവരുടെ പദ്ധതിയാണെന്ന്. അവരെല്ലാം എന്തൊക്കെ ചെയ്തു? അവരെല്ലാം നാട്ടിൽ നിന്ന് പിരിച്ച് LDFും DYFIയും അവർ പാട്ട പെറുക്കിയിട്ടാണ് ഈ പദ്ധതിയിലേക്ക്, ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തത്. ആ പണമെല്ലാം അവിടെ കിടക്കുന്നുണ്ട് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട്. അത് താങ്കൾക്ക് മനസ്സിലാകാനിട്ടല്ല. അങ്ങനെ ഓരോ മനുഷ്യനും കൊടുത്തിട്ടുണ്ട്. ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വോട്ട് വാങ്ങി ജയിച്ചു പോയ മാന്യനല്ലേ സിദ്ദിഖെ? നമ്മുടെ ജനപ്രതിനിധിയായിരുന്നില്ലേ? അയാൾക്ക് ഈ കർണാടക സർക്കാർ വഴി പൈസ കൊടുക്കണമായിരുന്നോ? കർണാടക സർക്കാരിനോട് 100 വീട് വെച്ചു കൊടുക്കാൻ ഇങ്ങോട്ട് പറയണമായിരുന്നോ? അത് വലിയൊരു മാന്യതയായിട്ട് താങ്കൾ വലിയ പൊക്കിപ്പിടിച്ച് പറയുന്നതിൽ ഒരല്പം നാണം വേണ്ടേ? ഈ കർണാടക സർക്കാർ കൊടുത്തില്ലെങ്കിലും ഈ സർക്കാർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ സർക്കാർ അവരെ കാക്കണം, ചേർത്ത് പിടിക്കണം. അല്ലെങ്കിൽ ഓരോ മലയാളിയും ചേർത്ത് പിടിക്കും. അത് ഇടതുപക്ഷമല്ല വലതുപക്ഷമല്ല, ഏതു പക്ഷം ഭരിച്ചിരുന്നാലും അത് ആ
നാടിനെ ആ കണ്ണീരിനോടൊപ്പം ചേർന്ന് ആ മനുഷ്യരെ കൂടെ നിർത്തേണ്ടത് ഓരോ മലയാളിയുടെയും ധർമ്മമായിരുന്നു. നിങ്ങൾ അങ്ങോട്ട് പോയി പറഞ്ഞതല്ലേ ഞങ്ങൾ 100 വീട് വെച്ച് തരാമെന്ന് പറഞ്ഞത്? യൂത്ത് കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ 100 വീട് വെച്ച് തരാം എന്ന് പറഞ്ഞു. ആര് ചോദിച്ചു നിങ്ങളോട് വീട് വെച്ച് തരാൻ? വയനാട്ടിലെ വീട് പോയവൻ ചോദിച്ചുവോ? യൂത്ത് കോൺഗ്രസ്സുകാരാ ഞങ്ങൾക്ക് 100 വീട് വെച്ച് തരണമെന്ന് DYFIക്കാരോട് ചോദിച്ചോ? ചോദിച്ചില്ല. സർക്കാരുകളോട് ചോദിച്ചു. സർക്കാർ അത് ചെയ്തു കൊടുക്കാമെന്നും മാന്യമായി പണിതു കൊടുക്കാമെന്നും പറഞ്ഞത് ആ പദ്ധതി അവിടെ വരുന്നുണ്ട്. അത് വലിയ താമസമില്ലാണ്ട് 3-4 മാസം കൊണ്ട് ആ പദ്ധതി അവിടെ പൂർത്തീകരിച്ച് ആ അന്തി ഉറങ്ങാൻ അവർക്ക് വീട് കിട്ടും. താങ്കൾക്ക് ചമ്മലുണ്ടാവും. അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ പിരിച്ച് ഒരു കല്ലിടാൻ പോലും ഇന്നേ വരെ സാധിച്ചിട്ടില്ല. 28-ാം തീയതി കല്ലിടാൻ സാധിക്കാത്തതിൻ്റെ വിഷമമാണ് താങ്കൾക്കെന്നുള്ളത് വളരെ ബോധ്യമുണ്ട്. അത് കനകൂല് താങ്കൾക്ക് പറഞ്ഞു തന്ന ഈ ക്യാപ്സൂൾ ഇറക്കി വിടാൻ പറഞ്ഞതായിരിക്കും. അത് ഞങ്ങളെ കൂടെ അവകാശപ്പെട്ടതാണ് അവിടെ പൊങ്ങി വരുന്ന ഈ ടൗൺഷിപ്പ് എന്ന്. ആരല്ലെന്ന് പറഞ്ഞു? നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ പേരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഇടന്ന് കോൺഗ്രസിൻ്റെ ഇടന്ന് പറഞ്ഞോളൂ. അത് വിരോധമില്ല. ആ മനുഷ്യർക്ക് ബാക്കി വന്ന മനുഷ്യർക്ക് എല്ലാവരെയും നഷ്ടപ്പെട്ട് ബാക്കി വന്ന അനാഥരായ കുറേ മനുഷ്യർക്ക് അന്തിയുറങ്ങാൻ ഒരിടം കിട്ടുന്നതിൽ താങ്കൾ രാഷ്ട്രീയം കുത്തിച്ചലർത്തുന്നത് 4-ാംകിട രാഷ്ട്രീയമാണ്. വെറുതെയല്ല താങ്കളുടെ പാർട്ടി ഇന്ത്യയിൽ നിലം തൊടാത്തത്. 10 വർഷമായി അധികാരത്തിലില്ലാത്തത് വെറുതെയല്ല. ഇനിയൊരു 100 വർഷം കഴിഞ്ഞാലും അതിനുള്ള സാധ്യത വളരെ വളരെ വിരളമാണെന്നാണ് തോന്നുന്നത്. അത് നരേന്ദ്രമോദിക്കും BJPക്കും വല്ലാത്ത അമളി പറ്റി അവരെ അത്രമാത്രം ജനം വെറുത്താൽ മാത്രമേ എന്തെങ്കിലും ഒരു സാധ്യത കാണുന്നുള്ളൂ. അപ്പോഴേക്ക് എത്ര വെള്ളം ഗംഗയിലൂടെ ഒഴുകിപ്പോകുമെന്ന് ആർക്കറിയാം. ഒരുപക്ഷെ നിങ്ങൾ കേരളത്തിൽ നിങ്ങൾ ഈ വിശ്വാസവും അയ്യപ്പൻ പാട്ടൊക്കെ പാടിയിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അധികാരത്തിൽ വരാൻ സാധിച്ചു നിന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 5 കൊല്ലം കൊണ്ട് ഈ കേരളത്തെ നിങ്ങൾ ഒരു 20 കൊല്ലത്തെ പുറകിലോട്ട് നയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾ അത് വന്നതിന് ശേഷം UDFൻ്റെ സർക്കാർ വന്നതിന് ശേഷം 100 അല്ല 200 വീടുകൾ വേണമെങ്കിൽ നിങ്ങൾ വെച്ചു കൊടുക്കും. അപ്പോഴേക്ക് ഈ പാവങ്ങൾക്ക് വേറെ വീടുകൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പം നിങ്ങളത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാക്കി മാറ്റും. പണ്ടൊരാൾ പിരിച്ച് ആ പണവുമായി ബാംഗ്ലൂർ വഴിയൊക്കെ കറങ്ങി നടന്ന് പലരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഹോട്ടലിലോ കഞ്ചി ഉറങ്ങാനായിട്ട്. ആ മാന്യനിപ്പോൾ നിങ്ങളുടെ പാർട്ടിയിലില്ല കേട്ടോ. അയാൾ പിരിച്ച പൈസ എവിടെയെന്നും ജനങ്ങൾക്കറിയില്ല. അതറിയേണ്ട കാര്യവുമില്ല കേരളക്കാർക്ക്. നിങ്ങൾക്ക് പണം തന്നത് കോൺഗ്രസ്സുകാർ മാത്രമായിരിക്കും, അല്ലാത്ത ആരും തരാൻ വഴിയില്ല. കേരളീയർ ആ മനുഷ്യരെ സ്നേഹിച്ചവർ സർക്കാരിന് വിശ്വസിച്ചു കൊടുത്തു. ആ സർക്കാർ വഞ്ചന ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർക്കാരിനോട് പകരം വീട്ടാൻ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അത് ഏത് സർക്കാരാണെന്നൊന്നും നോക്കില്ല. നിങ്ങളുടെ മഹിമ കൊണ്ടല്ല ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിഞ്ഞത്. നിങ്ങളുടെ 10 വർഷത്തെ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ടല്ല അത് നടന്നത്. നിങ്ങൾക്ക് ചില വിക്രിയകൾ കാണിച്ച് ജനങ്ങളെ വളരെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റി എന്നുള്ളത് കൊണ്ടാണ് ഈ പിണറായി സർക്കാരിനെതിരെ വലിയ ജനരോഷമുണ്ടാക്കിയെടുക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചു. അതിലത് അവരുടെ പരാജയമാണ്. അവർക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് അവരലസരായിപ്പോയി. 10 വർഷത്തെ ഭരണം മാലസ്യം പൂണ്ട് കിടന്ന അവർ വിജയം നിങ്ങൾ ജനം തളികയിൽ വെച്ചു കൊടുക്കും എന്നവർ വിചാരിച്ച് പ്രവർത്തനരഹിതമായപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഒരു സുവർണാവസരമായി എന്ന് മാത്രമാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടന്നത്. അതുപ്രകാരം നിങ്ങൾക്ക് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അങ്ങ് ജയിച്ചു കയറാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഈ വയനാട്ടിലെ ആ ജനങ്ങളോട് ചെയ്തത് കൊടും വഞ്ചനയാണ്. നിങ്ങളവിടെ വീട് വെക്കുകയോ വെക്കാതിരിക്കുകയോ എന്നുള്ളത് വയനാട്ടുകാർക്കൊരു പ്രശ്നമേ അല്ല. അവർക്ക് വീട് സർക്കാർ വെച്ചു കൊടുക്കും. അല്ലെങ്കിൽ നല്ല മനസ്സുള്ള മനുഷ്യർ ധാരാളമുണ്ട്, അവർ വെച്ചു കൊടുക്കുന്നുണ്ട്. പല സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും പല സോഷ്യൽ സംഘടനകളുമായി ചേർന്ന് വീടുകൾ വെച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വലിയ വീമ്പിളക്കി കുറേ കാലമായി 1 വർഷമായി അവിടുത്തെ ജനങ്ങളോട് ഞങ്ങൾ വെച്ച് തരാം, 100 വെച്ച് തരാം, 150 വെച്ച് തരാം എന്ന് പറഞ്ഞ് അവസാനം കുറേ നിങ്ങളുടെ നേതാക്കളുടെ ചിത്രങ്ങളും അച്ചടിച്ചുകൊണ്ട് കുറേ കലണ്ടർ വയനാട് മുഴുവൻ കൊടുത്തുകൊണ്ട് ഈ കലണ്ടർ തൂക്കാനായിട്ട് വീട് വേണ്ടേ എൻ്റെ സിദ്ദിഖ് സാറേ? ഇത്രയും പറയേണ്ടി വന്നതിൽ വലിയ വിഷമമുണ്ട്. കാരണം താങ്കൾ അത്രമാത്രം നല്ലൊരു ജനപ്രതിനിധിയായിട്ടായിരുന്നു ഞങ്ങളൊക്കെ കണക്കാക്കിയിരുന്നത്. ഈ വെടിവേഷം കെട്ടണ്ടായിരുന്നു എന്ന് തന്നെയാണ് അഭിപ്രായം. ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക്
മറിച്ചൊരു അഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായും അത് പറയാം. എന്നിട്ട് ചില രാജാക്കന്മാരുടെ കാലത്ത് ഈ വാഴ്ത്തുപാട്ട് പാടാനായിട്ട് ചിലരെ ഇറക്കി വിടും. അങ്ങനെ സിദ്ദിഖ് സാർ ഇറക്കി വിട്ട ഒരു മാന്യനെ, നല്ല മൊഞ്ചുള്ളൊരു ചെക്കനെയും കൂടെ ഞാൻ കാണിച്ചു തരാം. വലിയൊരു കഷ്ടപ്പാടാണ്. കനകൂലു സിദ്ധാന്തങ്ങൾ അങ്ങ് പ്രചരിപ്പിക്കാൻ വലിയൊരു സുഖമുണ്ട്. ഇത് ചെയ്യാൻ പറ്റും കേരളീയർക്ക്. നമുക്ക് അടുത്ത കനകൂലു സിദ്ധാന്തത്തിനും ക്ലാസ്സുകൾക്കും ക്യാപ്സ്യൂളിനുമായിട്ട് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. സത്യത്തിൽ ഇവന്മാരെ വർത്താൻ കേട്ടാൽ വിചാരിക്കൂ ടൗൺഷിപ്പ്, വയനാട്ടിലെ ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് CPM-മാരാണെന്ന്, അല്ലെങ്കിൽ ഇടതുപക്ഷമാണെന്ന്. അല്ലടോ, ഇത് സർക്കാരാണ്. സർക്കാർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ആ പൈസ അതിലേക്ക് ആരൊക്കെയാണ് പൈസ കൊടുത്തതെന്നുള്ള ഇതൊന്ന് കേൾക്കിങ്ങൾ. എന്നിട്ട് വെറുതെ കോൺഗ്രസിൻ്റെ വീടെവിടെ, കോൺഗ്രസ് പറഞ്ഞ വീടെവിടെ, ലീഗിൻ്റെ പണി എവിടെ എത്തി, അതും നോക്കി നടക്കുക. എന്നാൽ ഇവർക്കൊരു പണിയില്ലല്ലോ, ഇവർക്കൊന്നും ചെയ്യണ്ടല്ലോ. ഇവർ കൊടുത്തതെവിടെ, ഇവർ ചെയ്തതെവിടെ, ഇവർ പാർട്ടി ചെയ്തതെവിടെ, ഗവൺമെൻറ് ചെയ്ത് ആരൊക്കെയാണെന്നുള്ളത് ഇതാ, അതിലേക്ക് ആരൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് ഇതാ പറയുന്നത്. എവിടെ എന്നുള്ളത് ഇങ്ങനെ കുറേ ചോദിച്ചുകൊണ്ട് കാര്യമില്ല. അവരിതാ പ്രതിപക്ഷത്തായിരുന്നു 10 വർഷമായിട്ട്, ലീഗും കോൺഗ്രസും ഒക്കെ തന്നെ. എന്നിട്ടും അവർ അവരുടേതായ പണികളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഭരണപക്ഷത്താണ്. നിങ്ങൾ എന്ത് ചെയ്ത്? ഭരണപക്ഷം ഗവൺമെൻറ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഇതാ ഗവൺമെൻറ് എന്തൊക്കെ രീതിയിലാണ് ചെയ്യുന്നത് ടി സിദ്ദീഖ് പറഞ്ഞ് കേട്ടില്ലേ? എല്ലാവരും കൂടി ചെയ്താണ്. അത് എല്ലാവരും കൂടിയാണ്, ഗവൺമെൻറ്റിൻ്റെ ആണത്. അത് മനസ്സിലാക്കിയാൽ മതി, CPM-ൻ്റെ അല്ല. അത് നല്ല നിങ്ങളെ കയ്യിലാക്കാൻ നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്ത്, CPM എന്ത് ചെയ്ത് അതിലേക്ക് എന്നുള്ളത് കാണിച്ചു കൊടുക്കുക ജനങ്ങൾക്ക്. അതാ വേണ്ടത്. പ്രതിപക്ഷത്ത് 10 വർഷമായിട്ട് പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടിയാണ് ഇതാ ഇതൊക്കെ ചെയ്യുന്നത്. 100 വീടിൻ്റെ പൈസ കർണാടക സർക്കാർ ഇതാ കേരളത്തിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞ്. മനസ്സിലായില്ലേ? ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ.